പ്രിയ സ്നേഹിതരെ, ദൈവം എൻ്റെ സ്നേഹിതനാണ്. ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു. ദൈവം എന്നെ സ്നേഹിക്കുന്നു. ദൈവം എൻ്റെ പിതാവാണ്. ദൈവം എൻ്റെ രക്ഷകനാണ്. ദൈവം എൻ്റെ സൗഖ്യദായകനാണ്. എൻ്റെ രോഗത്തിൽ നല്ല വൈദ്യനാണ്. ദൈവം എൻ്റെ പരിപാലകനാണ് എന്നൊക്കെയുള്ള വിഷയങ്ങൾ ദൈവവുമായി ബന്ധപ്പെട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കേൾക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം, പ്രത്യേകിച്ച് എൻ്റെ ജീവിതം, ഞാനിത് പറയുമ്പോൾ തന്നെ അത് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാക്കുവാൻ, അത് എൻ്റെ ജീവിത അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുവാനൊക്കെ എനിക്ക് സാധിച്ചത് വളരെ കൃതാർത്ഥയോടെ ഞാൻ ഓർക്കുകയാണ്. കാരണം ഒരു വേദപുസ്തകത്തിലെ ഒരു വാക്യം ഇങ്ങനെ പറയുന്നു: കർത്താവിനോട്, അതായത് ദൈവത്തിനോട് പറ്റിച്ചേരുന്നവനോ ദൈവവുമായി ഏക ആത്മാവ് ആകുന്നു. അപ്പോൾ ദൈവവുമായി ഒരു പറ്റിച്ചേർന്ന ഒരു അനുഭവം, ഒത്തു നടക്കുക, ഒരുമിച്ച് നടക്കുക, ദൈവം പറയുന്നത് പോലെ നടക്കുക, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ നടക്കുക, ഇതൊക്കെ സർവ്വസാധാരണമാണോ എന്ന് ചോദിച്ചാൽ അല്ല. എത്രയോ പേര്, നമ്മൾ തന്നെ എത്രയോ പ്രാവശ്യം, എത്രയോ തവണ ദൈവം ആഗ്രഹിക്കുകയോ ദൈവം നിർദ്ദേശിക്കുകയോ ചെയ്യുന്നത് പോലെയാണോ ജീവിക്കുന്നത്? നമ്മുടെ സംസാരം ദൈവം ആഗ്രഹിക്കുന്നതും നിർദ്ദേശിക്കുന്നത് പോലെയാണോ? നമ്മുടെ ചിന്തകൾ, നമ്മുടെ കണ്ണുകൊണ്ടുള്ള നോട്ടം, നമ്മുടെ ചെവി കൊണ്ട കേൾവി, നമ്മുടെ നാവ് കൊണ്ടുള്ള സംസാരം, ഇതൊക്കെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണ്. ദൈവം പറയുമോ, യെസ്, ഈ എൻ്റെ മകൻ ഞാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത്, ഞാൻ കൊടുത്തിരിക്കുന്ന നിയമം അനുസരിച്ചാണ് താൻ കാണുകയും കേൾക്കുകയും പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് എന്നെക്കുറിച്ച് പറയാമെങ്കിൽ അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകുന്നത്. എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ സംഭവങ്ങൾ കൊണ്ട് സന്തോഷിക്കുന്നതിനെ കുറിച്ചല്ല വേദപുസ്തകം പറയുന്നത്. നമുക്ക് അങ്ങനെ ആകാം, പക്ഷേ അതിൻ്റെ ഒരു 10 മടങ്ങ് സന്തോഷം ലഭിക്കുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ, എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നതാണ് എനിക്ക് അധികം സന്തോഷം നൽകുന്നത്. കാരണം എൻ്റെ ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ എനിക്ക് കഴിഞ്ഞാൽ അതിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ നന്മയാകും. ദൈവം എന്നെ അനുഗ്രഹിക്കും, ദൈവം എന്നെ സഹായിക്കും എന്നുള്ളത് എൻ്റെ ജീവിത അനുഭവമാണ്. അല്ലാതെ ഞാൻ ഒരു കഥ പറയുകയല്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുക. എന്നാൽ പലപ്പോഴും ദൈവത്തെ മറന്ന്, ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കാതെ, ഓർക്കാതെ എൻ്റെ നാവിൽ നിന്ന് ദേഷ്യത്തിൻ്റെയും വാശിയുടെയും വൈരാഗ്യത്തിൻ്റെയും വാക്കുകൾ വരാനിടയാകരുതേ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം എൻ്റെ ആഗ്രഹത്തെ മാനിച്ചും എൻ്റെ തീരുമാനത്തെ മാനിച്ചും ദൈവം തൻ്റെ ശക്തി, തൻ്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ തന്ന്, ആ ആത്മാവിനാൽ എനിക്ക് സുബോധം തന്ന് വേണ്ടിയ സംസാരം, വേണ്ടത് മാത്രം കേൾക്കുവാൻ, വേണ്ടത് മാത്രം കാണുവാൻ, വേണ്ടത് മാത്രം ചിന്തിക്കുവാൻ പലപ്പോഴും എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവിനെ ഓർപ്പിക്കാറുണ്ട്, എൻ്റെ മനസ്സാക്ഷിയെ ഓർപ്പിക്കാറുണ്ട്. അത് കേൾക്കുവാൻ, അതിന് ചെവി കൊടുക്കുവാൻ മനസ്സ് വെച്ചപ്പോഴൊക്കെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ സംസാരത്തിലൊക്കെ ഒരു പ്രത്യേകത, നല്ല ശുഭകരമായ ഒരു സ്വഭാവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതും, അങ്ങനെ മനസ്സിനൊരു മാറ്റം, ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിക്കുന്ന, ദൈവത്തിൻ്റെ ശക്തി പ്രാപിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു സ്വഭാവം എൻ്റെ ജീവിതം ഉണ്ടാകുവാൻ പലപ്പോഴും ഇടയായിട്ടുണ്ട്. അത് ഞാൻ വളരെ നന്ദിയോടെ ഓർക്കുകയും ദൈവത്തിന് പ്രത്യേകാൽ നന്ദി പറയുകയും ചെയ്യാറുണ്ട്. ഇവിടെ ഞാൻ വായിച്ചത് എങ്ങനെയാണല്ലോ, ദൈവത്തോട് ചേർന്നിരിക്കുന്ന, പറ്റിച്ചേർന്നിരിക്കുന്നവർ
ദൈവത്തോട് ഏക ആത്മാവാകുന്നു എന്ന് പറഞ്ഞിട്ട് അതിനോട് ചേർന്ന് വേറൊരു വാക്കും കൂടി ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധ ആത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അപ്പോൾ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കാൻ ഞാൻ തീരുമാനിച്ച് അങ്ങനെ തുടർന്നാൽ ദൈവവുമായി ഞാൻ ഏക ആത്മാവാകുകയും ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ശരീരത്തിൽ, എൻ്റെ ഉള്ളിൽ, എൻ്റെ മനസാക്ഷിയിൽ, എൻ്റെ ചിന്തയിൽ സ്വാധീനിച്ച് എന്നോടൊപ്പം ജീവിക്കുന്നത് കൊണ്ട് വേദപുസ്തകം പറയുകയാണ്, ദൈവം എന്നെ വിലയ്ക്ക് വാങ്ങിയതുപോലെയാണെന്ന്. അപ്പം ദൈവം എന്നെ വിലയ്ക്ക് വാങ്ങി എന്ന് പറയുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിന് കീഴിലാകുന്നു. അങ്ങനെയെങ്കിൽ പറയുകയാണ്, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ, ദൈവത്തിന് പുകഴ്ച കൊടുക്കുവീൻ, ദൈവത്തിന് സ്തുതി പറയുവീൻ, നന്ദി പറയുവീൻ. എങ്ങനെ? നമ്മുടെ ശരീരം കൊണ്ട്. അപ്പോൾ എത്രത്തോളം നമ്മുടെ ശരീരത്തിന് ദൈവം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് മനസ്സിലായില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തെ വിശുദ്ധിയോടെ ദൈവത്തിന് കൊള്ളാകുന്ന ദൈവത്തിൻ്റെ നിർദ്ദേശം, നിയമം അനുസരിച്ച് ജീവിച്ച് ഈ ശരീരം കൊണ്ട് എൻ്റെ ദൈവത്തിന് പുകഴ്ച വരുത്തുവാൻ, ശരീരത്തെ നശിപ്പിക്കുവാനല്ല, ശരീരം കൊണ്ട് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവം എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നുള്ള ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈ ചിന്ത നമുക്ക് ധൈര്യം നൽകട്ടെ, നമ്മെ സഹായിക്കട്ടെ.